ഹായ്, ഞാനിപ്പോഴുള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അഴിമുഖത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചു നോക്കാം. റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? നല്ല സ്വാതന്ത്ര്യമായിട്ട് എല്ലാവർക്കും കൊടുത്തേക്കണ ഒരു നല്ലൊരു ദിവസമായിട്ട്. റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? സ്വാതന്ത്ര്യ ദിനം എന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മൾ മോചിതരായിട്ടുണ്ടായിരുന്നില്ല. റിപ്പബ്ലിക് ഡേ ഒക്കെയാണ് ശരിക്ക് മോചിതരായത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമാണ് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? അയ്യോ, സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ റിപ്പബ്ലിക്. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപപ്പെട്ടതല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിനെ പ്രഖ്യാപിച്ചതാണ് ഈ റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കിട്ടിയ ഇൻഡിപെൻഡൻസിന്റെ ആഘോഷമാണ് റിപ്പബ്ലിക് ഡേ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അതായത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയത്. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന്റെ ആഘോഷം. ഇതൊക്കെ എന്ത്? ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? സ്വാതന്ത്ര്യ ദിനത്തിന് ഒഫീഷ്യലായിട്ട് സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 ഒഫീഷ്യലായിട്ട് സ്വാതന്ത്ര്യം കിട്ടി. മറ്റേത് ഒഫീഷ്യലല്ലാതെ ജസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടി എന്നാൽ അതിനുള്ള ഭരണഘടന എഴുതിയിട്ടുണ്ടായില്ല. ആഗസ്റ്റ് 15 ഒക്കെ കൂടി പൂർത്തിയായത്. ആഗസ്റ്റ് 15 ഒക്കെ കൂടി പൂർത്തിയായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ഇതായത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? സ്വാതന്ത്ര്യ ദിനത്തിന് ഒഫീഷ്യലായിട്ട് സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 ഒഫീഷ്യലായിട്ട് സ്വാതന്ത്ര്യം കിട്ടി. മറ്റേത് ഒഫീഷ്യലല്ലാതെ ജസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടി എന്നാൽ അതിനുള്ള ഭരണഘടന എഴുതിയിട്ടുണ്ടായില്ല. ആഗസ്റ്റ് 15 ഒക്കെ കൂടി പൂർത്തിയായത്. ആഗസ്റ്റ് 15 ഒക്കെ കൂടി പൂർത്തിയായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ഇതായത്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ആ ഭരണഘടന ഉണ്ടായത് 1950 ജനുവരി 26 അതാണ് റിപ്പബ്ലിക് ദിനം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടിയേ? ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? അറിയില്ല. ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി 77 വർഷങ്ങൾ തികയുമ്പോഴും റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിന്റെ അധീനതയിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുമ്പോഴും 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സൂചിപ്പിക്കുന്നു.